മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് താൽക്കാലിക ആശ്വാസം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമയം കോടതി നീട്ടി നൽകി. ഇതുപ്രകാരം ഈ മാസം 27-നകം ഹാജരാകാനാണ് പോലീസ് നിർദ്ദേശം. സിനിമയിൽ 40% ലാഭം വാഗ്ദാനം ചെയ്ത് നിർമ്മാതാക്കൾ 7 കോടി തട്ടിയെന്ന അരൂർ സ്വദേശിയുടെ പരാതിയിലായിരുന്നു മരട് പോലീസ് നോട്ടീസ് നൽകിയത്. ശരൺ SS ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ SS ഇപ്പോൾ താൽക്കാലിക ആശ്വാസമായി മാറുകയാണ്. ശരണ്, ഇന്നപ്പോൾ ചോദ്യം ചെയ്യാൻ പോകണ്ട അല്ലേ? ചോദ്യം ചെയ്യപ്പെടാൻ പോകണ്ട. അൻകുമാർ, തീർച്ചയായിട്ടും സൗബിൻ ഷാഹിറിന് പുറമെ ബാബു ഷാഹിർ, ഒപ്പം ഷോൺ ആന്റണി എന്നിവരോടാണ് ഇന്ന് ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിനിടയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി അവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിൽ പ്രധാനമായും ഇപ്പോൾ ഈ മാസം 27 വരെ ഹാജരാകാനുള്ള സമയം നീട്ടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. സൗബിൻ ഷാഹിറിനും ബാബു ഷാഹിറിനും ഒപ്പം തന്നെ ഷോൺ ആന്റണിക്ക് സമാനമായി തന്നെ സമയം നീട്ടി നൽകിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ, 3 പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. ഈ മാസം ഹൈക്കോടതിയിൽ നിന്ന് അത്തരത്തിലൊരു ഉത്തരവ് വന്ന സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ഈ മാസം 27-നകം 3 പേരും ഹാജരായ മതിയെന്ന നിലപാട് എടുത്തിരിക്കുന്നത്. നേരത്തെ അരൂർ സ്വദേശിയായ സിറാജാണ് പരാതിയുമായി രംഗത്തെത്തിയിരുന്നത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരുന്നത് നിർമ്മാതാക്കൾ സിനിമയിൽ 40% ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് 7 കോടി രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അപ്പോൾ നിർമ്മാതാക്കൾക്കെതിരെ പോലീസിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. 3 പേരും കരുതിക്കൂട്ടിയുള്ള ഒരു ചതിയാണ് പരാതിക്കാരനോട് ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് പോലീസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി നിർമ്മാതാക്കളുടെ ആവശ്യം, അതായത് കേസ് റദ്ദാക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം തള്ളുകയും കേസ് അന്വേഷണം തുടരാമെന്നുള്ള നിർദ്ദേശം പോലീസിന് നൽകുകയും ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 പേർക്ക് നേരത്തെ 14 ദിവസത്തിനകം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ 3 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ താൽക്കാലിക ആശ്വാസം, അതായത് സൗബിൻ ഷാഹിർ അടക്കമുള്ളവർക്ക് താൽക്കാലിക ആശ്വാസം ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്.